വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടുഡേസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൾ പുട്ടുണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർ. വരൂ നമുക്ക് ഒന്നിച്ചൊരു കിടുകാച്ചി പുട്ടുണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ ചെമ്പൻ പുട്ടാണ്. ഇത് ഏത് ബ്രാൻഡ് വേണേലും യൂസ് ചെയ്യാം. അരിപ്പുട്ടോ ഗോതമ്പ് പുട്ടോ റാഗി പുട്ടോ എല്ലാത്തിനും സെയിം സ്ട്രാറ്റജിയും സെയിം മെത്തേഡും തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണക്ക് എന്നോട് ചോദിക്കരുത്, എല്ലാം ഒരു മനക്കണക്കാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് കുറച്ചധികം വെള്ളം ചേർത്ത്, എന്നും പറഞ്ഞ് ഒരുപാട് വെള്ളം ആവരുത്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇത് പുട്ടിൻ്റെ ഭാഗമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അതും ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തതാണ്. വേറൊന്നുമല്ല, ഈ പുട്ടിങ്ങനെ കുഴഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് നമ്മുടെ കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് ഞാൻ കാണിച്ചു തരാം, ഇതുപോലെ. എന്നിട്ട് അതൊന്ന് നെക്കുമ്പം അത് പൊടിഞ്ഞു പോവുകയാണെങ്കിൽ പുട്ടിനുള്ള പാകമായി. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ പുട്ട് കുറച്ചും കൂടി ഒന്ന് കുതിർന്ന് നല്ല സെറ്റായിട്ട് കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പുട്ടുകുറ്റി, നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ്. അപ്പോൾ ആദ്യം തേങ്ങ ഇടുക, ഫോക്കസ് മാറിപ്പോയി. അതായത് സിനിമാറ്റിക്കിൽ ഇടുന്നതിൻ്റെ പ്രശ്നമാണത്. ചില സമയത്ത് അങ്ങോട്ട് ഫോക്കസൊക്കെ മാറിപ്പോവും. അത് കുഴപ്പമില്ല, സംഭവം എന്തായാലും കത്തിയല്ലോ. ആദ്യം തേങ്ങ ഇടുക, പിന്നെ പുട്ടുപൊടി ഇടുക. പുട്ടുപൊടി ഇടാൻ നേരത്ത് തിക്കി അമ്മക്ക് ഞെക്കി പീച്ച് വെക്കരുത്. അപ്പം ഈ ആവി എല്ലായിടത്തൂടെയും കടന്നു പോകത്തില്ല, പുട്ട് നന്നായിട്ട് വേവത്തില്ല. അപ്പം പുട്ട് ആദ്യം തേങ്ങ ഇടുക, പുട്ടുപൊടി ഇടുക, പിന്നെയും തേങ്ങ ഇടുക. സ്വല്പം ജീരകവും കൂടെ തേങ്ങയുടെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് കുക്കറിൽ ആവി വന്ന് കഴിയുന്ന സമയത്ത്, അതായത് കുക്കറിൽ വെള്ളം നിറച്ച് ആവി വന്ന് കഴിയുന്ന സമയത്ത് ഇതുപോലെ ആ പുട്ടുകുറ്റി അങ്ങ് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ദൈവമേ പുട്ട് പൊടിഞ്ഞു പോവല്ലേ എന്നുള്ള പ്രാർത്ഥനയിൽ നേരെ കമത്തുക. ഭൂം, സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നല്ല അടിപൊളി ചൂടൻ കിടുക്കാച്ചി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുട്ടുണ്ടാക്കാൻ പഠിച്ചല്ലോ, വളരെ ഈസിയാന്നേ. അപ്പം നേരെ പോയി പുട്ടുണ്ടാക്കിക്കോ. നമുക്കപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.